പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തവണ നടന്ന കോൺഗ്രസ് പുനഃസംഘടനയിൽ UDF കൺവീനറായി കുറച്ച് നാളായി പ്രവർത്തിച്ചിരുന്ന ശ്രീമാൻ MM ഹസനെ ഏതാണ്ട് കരിയാപ്പല പോലെ, ഏതാണ്ട് ചവറ്റുകൊട്ടയിലെടുത്ത് എറിയുന്ന പോലെ എടുത്തങ്ങ് മാറ്റുകയുണ്ടായി. അപ്പോൾ ഇത് MM ഹസനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു അനുഭവമല്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്നു. KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം എന്തൊരു ജാഥ നടത്തി എറണാകുളം വരെ എത്തിയപ്പോൾ എറണാകുളത്ത് വെച്ച് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് MM ഹസനെ മാറ്റി. MM ഹസനോടൊന്ന് പറയാനുള്ള മര്യാദ പോലും കോൺഗ്രസ് നേതൃത്വം കാണിച്ചില്ല. ഇത്തവണയും KPCC പ്രസിഡന്റ് ഇത്തവണയും UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ എടുത്ത് അങ്ങ് മാറ്റിയിരിക്കുകയാണ്. പറഞ്ഞു കാണാൻ സാധ്യതയില്ല, പറഞ്ഞതായി നമ്മൾ അറിഞ്ഞിട്ടുമില്ല. എന്തായാലും അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്നും എടുത്ത് മാറ്റിയിരിക്കുക. എന്നിട്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് എടുത്ത് മാറ്റിയെങ്കിലും മുസ്ലിം എന്നുള്ള നിലയിൽ മുസ്ലിം പ്രാതിനിധ്യം കൊടുത്തത് ശ്രീമാൻ ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിലിനെ മുസ്ലിം എന്നുള്ള പരിഗണന നൽകി വർക്കിംഗ് പ്രസിഡൻ്റായി കൊണ്ടുവന്നു. MM ഹസൻ എന്ന് പറയുന്ന നേതാവിനെ UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ചവറ്റുകൊട്ടയിൽ എറിയുന്നത് പോലെ എടുത്ത് അങ്ങ് മാറ്റി. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആരാണ് MM ഹസൻ എന്നും MM ഹസൻ്റെ ചരിത്രവും പാരമ്പര്യവും എന്താണെന്നും ഈ കോൺഗ്രസിനെ മുച്ചൂടും വെട്ടി കുഴിക്കകത്തേക്ക് ഇടാൻ തയ്യാറായിരിക്കുന്ന KC വേണുഗോപാൽ ഉണ്ടല്ലോ, അയാളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ച് അന്വേഷണങ്ങൾ രാവിലെ MM ഹസനുമായി ബന്ധപ്പെട്ട് നടത്തി. ഞാൻ കേട്ടെടുത്തോളം MM ഹസൻ 5 തവണയോ മറ്റോ MLA ആയിട്ടുണ്ട്, ഒരു തവണ മന്ത്രിയുമായിട്ടുണ്ട്. അപ്പോൾ MM ഹസൻ ആരൊക്കെയാണ് തോൽപ്പിച്ചതെന്ന് നമ്മളൊന്ന് അറിയണം. 1980 തോന്നുന്നു ആദ്യം ലക്ഷ്മണൻ വൈദ്യർ എന്ന് പറഞ്ഞിട്ടൊരു I ഗ്രൂപ്പുകാരനെ തോൽപ്പിച്ചു. അന്ന് അവർ LDFിനോട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം ആദ്യം മത്സരിക്കുന്നത്. ലക്ഷ്മണൻ വൈദ്യർ എന്ന് പറഞ്ഞ I ഗ്രൂപ്പുകാരനെ തോൽപ്പിച്ചു. അത് കഴിഞ്ഞ് MM ഹസൻ തോൽപ്പിച്ചത് തോപ്പിൽ ധർമ്മരാജൻ എന്ന് പറയുന്ന ഒരു CPM നേതാവിനെയാണ്. അതിനുശേഷം അദ്ദേഹം തോൽപ്പിച്ചാരെന്നറിയാമോ? തിരുവനന്തപുരം വെസ്റ്റിലായിരുന്നു എന്ന് തോന്നുന്നു. RSPയുടെ ദേശീയ നേതാവായിട്ടുള്ള സഖാവ് TJ ചന്ദ്രചൂഡനെയാണ് MM ഹസൻ പിന്നീട് തോൽപ്പിച്ചത്. RSPയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയോ മറ്റോ ആയിരുന്നു TJ ചന്ദ്രചൂഡ്, തോൽപ്പിച്ചു. അതിനുശേഷം കേരള കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിട്ടുള്ള ആന്റണി രാജുവിനെ തോൽപ്പിച്ചു 4ാം തവണ. 5ാം തവണ തോൽപ്പിച്ചത് CPMൻ്റെ സമുന്നത നേതാവായിരുന്ന ശ്രീമാൻ G സുധാകരനെ. അങ്ങനെ 5 തവണ MLA ആയ ആളാണ് MM ഹസൻ. MM ഹസൻ ഒരു തവണ, എനിക്ക് ആന്റണി മന്ത്രിസഭയിലായിരുന്നു, ഒരു തവണ 2-3 വർഷക്കാലം മന്ത്രിയും ആയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവായിരുന്നു. നേതാവ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം UDF കൺവീനർ ആയിരുന്നു. അദ്ദേഹത്തെ എടുത്ത് സമ്മറലി ബൂട്ട് ഔട്ട് ചെയ്തു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഞാനിന്ന് രാവിലെ എൻ്റെ അടുത്ത സുഹൃത്തും കമ്മ്യൂണിസ്റ്റുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായിരുന്ന ശ്രീമാൻ G ശക്തിധരനോട് MM ഹസനെ കുറിച്ചിട്ട് ഞാനൊന്ന് അന്വേഷിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. MM ഹസനെ കുറിച്ചിട്ട് G ശക്തിധരൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. എനിക്കൊന്ന് 70കളുടെ ആദ്യത്തിലോ മറ്റാണെന്ന് തോന്നുന്നു. അന്ന് കേരളത്തിലെമ്പാടുമുള്ളത് KSU ആണ്. ഇന്ന് KSUവിനെ അവിടെ ഇവിടെയൊക്കെ തപ്പി നിറഞ്ഞുമൊക്കെ ചില പൊടി കിടക്കുന്ന പോലെ മാത്രമേ KSUവിനെ കാണാൻ പറ്റുള്ളൂ. ഇന്ന് എവിടെ നോക്കിയാലും SFI ആണല്ലോ. ഇന്ന് KSU ഇല്ലല്ലോ. എന്നാൽ 70കളുടെയൊക്കെ തുടക്കത്തിൽ ക്യാമ്പസുകളിൽ നിറഞ്ഞു നിന്ന സംഘടന KSU ആയിരുന്നു. അന്ന് SFI ആയിരുന്നു തപ്പിയാൽ കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നത്. ആ കാലഘട്ടത്തിൽ 70കളുടെ തുടക്കത്തിൽ കേരളത്തിലെ KSUവിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാക്കന്മാരിൽ പ്രമുഖനായിരുന്നു ശ്രീമാൻ MM ഹസൻ എന്നാണ് G ശക്തിധരൻ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, തിരുവനന്തപുരത്താണ്? അവൻ പറഞ്ഞ അല്ല ഷാദാൻ, കേരളത്തിൽ ആകപ്പാടെ നിറഞ്ഞു നിന്ന KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അന്ന് MM ഹസൻ എന്നാണ് G ശക്തിധരൻ എന്നോട് പറഞ്ഞത്. അതിനുശേഷം G ശക്തിധരൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞത് MM ഹസൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു രാജകുമാരനെ പോലെ ആയിരുന്നു എന്നാണ് G ശക്തിധരൻ എന്നോട് പറഞ്ഞത്.
അത്രയ്ക്ക് ഘനഗാംഭീര്യമായിട്ടുള്ള ശബ്ദത്തിലുള്ള അതുല്യമായിട്ടുള്ള പ്രസംഗം നടത്തുന്ന ആളായിരുന്നു എം എം ഹസൻ. എം എം ഹസൻ്റെ പ്രസംഗം കേൾക്കാൻ അവിടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ മതിലിൻ്റെ മുകളിൽ കയറി പോലും നിൽക്കുമായിരുന്നു എന്നാണ് ജി ശക്തിധരനോട്. മാസ്മരിക സ്വഭാവത്തിലുള്ള പ്രസംഗം, കേരളത്തിലാകെ നിറഞ്ഞു നിന്നിരുന്ന ഒരു 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 നേതൃത്വം. എന്താണ് ആ പ്രസംഗത്തിൻ്റെ മാസ്മരികത എന്ന് എനിക്കറിയില്ല ഷാജാൻ, പക്ഷേ അത്ഭുതകരമായിട്ടുള്ള പ്രസംഗം. അന്ന് ശക്തിധരൻ എന്നോട് പറഞ്ഞത്, അന്ന് തെരഞ്ഞെടുപ്പിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ തെരഞ്ഞെടുപ്പിൽ അന്ന് 3000 പിള്ളേരോ മറ്റാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ 2000-ലധികം വോട്ടും പിന്നെ എം എം ഹസന്. ആലോചിച്ച് നോക്കണം, 2000-ലധികം വോട്ട് അന്ന് എം എം ഹസന് കിട്ടിയപ്പോൾ അന്ന് SFIയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ എത്രയാണെന്നറിയോ? 39 വോട്ട്. ഓർക്കണം, KSUവിൻ്റെ സ്ഥാനാർത്ഥിക്ക് 2000-ലധികം വോട്ട് കിട്ടുമ്പോൾ SFIയുടെ സ്ഥാനാർത്ഥിക്ക് 39 വോട്ട്. ഇനി ആരായിരുന്നു SFIയുടെ സ്ഥാനാർത്ഥി എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. പ്രഗത്ഭ നടനായിട്ടുള്ള ശ്രീമാൻ സുകുമാരൻ, പൃഥ്വിരാജിൻ്റെ ഒക്കെ അച്ഛൻ സുകുമാരൻ ആയിരുന്നു SFIയുടെ സ്ഥാനാർത്ഥി. 39 വോട്ട്, 2000-ലധികം വോട്ട് പിന്നെ എം എം ഹസന്. അതുപോലെ കേരളത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച, അന്നത്തെ KSUവിൻ്റെ സമര പോരാട്ടങ്ങൾക്ക് മുമ്പിൽ നെഞ്ചുവിരിച്ച് നിന്ന ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു എം എം ഹസൻ. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ പ്രസിഡന്റൊക്കെ ആയി, MLA ആയി. തോൽപ്പിച്ചവരാരൊക്കെയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ജി സുധാകരൻ, TJ ചന്ദ്രചൂഡൻ, ഇതുപോലുള്ള ആളുകളെയൊക്കെ തോൽപ്പിച്ച് ദീർഘകാലം, പതിറ്റാണ്ട് കാലം രാഷ്ട്രീയത്തിൽ നിന്ന ആ എം എം ഹസനെയാണ് ഈ കൂറ നേതാവായിട്ടുള്ള KC വേണുഗോപാൽ കീറക്കടലാസും കരിവേപ്പില പോലെ ആ സ്ഥാനത്ത് നിന്ന് എടുത്ത് ദൂരെ കളഞ്ഞത്. ആലോചിച്ച് നോക്കൂ നമ്മൾ. എന്നിട്ട് കൊണ്ടുവന്നത് ആരെയാ? കൊണ്ടുവന്നത് ശ്രീമാൻ ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ പല ആനുകൂല്യങ്ങളുണ്ട്. ചിലപ്പോൾ ഷാഫി പറമ്പിൽ യുവാവാകും, ചിലപ്പോൾ ഷാഫി പറമ്പിൽ മുസ്ലിമാകും. എങ്ങനെയായാലും സ്ഥാനങ്ങൾ കൊണ്ട് മൂടപ്പെട്ട നേതാവാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പൊക്കെ ജയിക്കാൻ ഒരു കഴിവൊക്കെ ഉണ്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സംഘടന വളർത്തുന്നതിൽ, സംഘടനയുടെ എത്ര പോർമുഖങ്ങളിൽ ഷാഫി പറമ്പിൽ ഉണ്ടായിട്ടുണ്ട്, എത്ര പോരാട്ടങ്ങൾക്ക് ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ പുറകെ സ്ഥാനങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. പട്ടാമ്പി കോളേജിൽ KSUവിൻ്റെ യൂണിറ്റ് ഭാരവാഹി 2002, 2004 കോളേജ് യൂണിയൻ ചെയർമാൻ, അത് കഴിഞ്ഞിട്ട് ജില്ലാ പ്രസിഡന്റ്, KSUവിൻ്റെ പാലക്കാട് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, 2 തവണ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, അതിനുശേഷം മൂന്ന് പ്രാവശ്യം പാലക്കാട് നിന്ന് MLA, അതിനുശേഷം വടകരയിൽ നിന്ന് MP, ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ്. തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. കെട്ടിപ്പിടിക്കാനും മോഹിക്കാനും ബട്ടൺസ് അടിക്കാനും ഒക്കെ അറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കും. പക്ഷേ ഏത് പോർമുഖങ്ങളിൽ പിന്നെ ഇയാളെ കണ്ടിട്ടുണ്ട് നമ്മൾ? ഇയാൾ രണ്ട് തവണ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. 2017 മറ്റോ ആ സമയത്തൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. എത്ര സമരങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ഈ ഷാഫി പറമ്പിലിന് കീഴിൽ. ആ ഷാഫി പറമ്പിൽ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ മുസ്ലിം ആകും, ചിലപ്പോൾ യുവാവാകും. എന്തായാലും ഷാഫി പറമ്പിലിന് സ്ഥാനങ്ങൾക്ക് പുറകെ സ്ഥാനങ്ങൾ കൊണ്ട് മൂടുകയാണ് ഷാഫി പറമ്പിലിനെ. ആ ഷാഫി പറമ്പിലിനെ പിന്നെ ഈ പറഞ്ഞ പോലെ സ്വീകരിക്കുന്ന പിന്നെ നേതൃത്വം എം എം ഹസനെ പോലെയുള്ള നേതാക്കന്മാരെ ചവിട്ടിത്തള്ളുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എം എം ഹസൻ എന്ന് പറഞ്ഞ നേതാവിനെ KC വേണുഗോപാൽ അറിയണം. എം എം ഹസനെ പോലുള്ള നേതാക്കന്മാർ വളർത്തി വലുതാക്കിയതാണ് ഇന്നത്തെ കോൺഗ്രസ് എന്ന് നമ്മൾ അറിയണം. ഇനി പറയുന്നത് പോലെ ഒരു സമരത്തിനും സമര പോരാട്ടത്തിനും നേതൃത്വം കൊടുക്കാതെ ഇന്ന് യൂത്ത് കോൺഗ്രസ് എവിടെയുണ്ട് യൂത്ത് കോൺഗ്രസ്? ഇന്ന് എവിടെയുണ്ട് KSU? അവിടെ എവിടെയൊക്കെയുണ്ട് KSUക്കൾ? യൂത്ത് കോൺഗ്രസിന് എന്ത് സമരമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയത്? അപ്പം അതുകൊണ്ട് എം എം ഹസൻ ആരാണെന്ന്, എം എം ഹസൻ എത്ര ഈ പറഞ്ഞ ഊർജ്ജസ്വലനായ ഒരു നേതാവാണെന്ന് KC വേണുഗോപാലിനെ പോലെയുള്ള ഈ പുത്തൻകൂറ്റ നേതാക്കന്മാർ അറിയണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.